നോട്ടിക്കൽ ടൈംസ് കേരള ആദ്യകാലത്ത് തീരദേശത്തെ വിവിധതരം പാചകങ്ങളെക്കുറിച്ച് ചില വീഡിയോകൾ ചെയ്തിരുന്നു. അതിൽ അന്ന് ആ പാചകങ്ങളൊക്കെ ചെയ്തത് എൻ്റെ മമ്മായായിരുന്നു. അന്ന് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ ബാക്കി വെച്ചു പോയ ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ മമ്മ കൈപുണ്യമുള്ള പാചക വിദഗ്ധയാണ്. മത്സ്യവിഭവങ്ങളുടെ രുചിക്കൂട്ടുകളാണ് ഏറെ പ്രിയങ്കരം. എനിക്കേറെ ഇഷ്ടമാണെങ്കിലും മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെ എൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരും പറഞ്ഞപ്പോഴാണ് മമ്മയുടെ കറി വൈവിധ്യം ശ്രദ്ധിക്കുന്നത്. കോവിഡ് കാലത്ത് മമ്മ എന്നോടൊപ്പം തിരുവനന്തപുരത്തായി. അതൊരു നല്ല കാലമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് യാത്രാ വിലക്കുകളൊന്നുമില്ലാത്ത സമയം. കൂടുതൽ സമയം എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം, വർത്തമാനങ്ങളും ഓർമ്മകളും ഒക്കെ പങ്കുവയ്ക്കാം. ഇതിലൊക്കെ എനിക്ക് സന്തോഷം ലഭിക്കുമെങ്കിലും മമ്മയ്ക്ക് അങ്ങനെ ആയിരുന്നില്ലെന്ന് പിന്നീട് മനസ്സിലായി. അവർക്ക് ഞങ്ങളുടെ നാടായ കൊല്ലം ശക്തികുളങ്ങര തീരത്തെ വീട്ടിലെത്തുവാനുള്ള വെമ്പലായിരുന്നു മനസ്സ് നിറയെ. അതുകൊണ്ട് എന്തായാലും അമ്മയെ സന്തോഷിപ്പിക്കാൻ ഇഷ്ടമുള്ള മീനുകൾ സംഘടിപ്പിക്കുവാനും അതിൻ്റെ കറികളുമൊക്കെ തയ്യാറാക്കിയായിരുന്നു ചില ദിവസങ്ങൾ. അന്നൊക്കെ ആ രുചിക്കൂട്ടുകൾ നല്ലതുപോലെ ആസ്വദിച്ചു. മമ്മായുടെ അമ്മച്ചിയിൽ നിന്നുമാവണം മമ്മ ഈ രുചിക്കൂട്ടുകൾ പഠിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ കൂടുതലും അങ്ങനെ ആയിരുന്നില്ല. അവർ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മമ്മയെ നീണ്ടകരയിലുള്ള കോൺവെന്റ് ഹോസ്റ്റലിൽ നിർത്തിയിരുന്നു. പോർച്ചുഗീസ് സ്വാധീനമുള്ള മീൻ സൂപ്പും മറ്റും വിവിധ തരത്തിലുള്ള കറിക്കൂട്ടുകൾ ഇവിടെ നിന്നുമാണ് മമ്മ മനസ്സിലാക്കിയതെന്ന് അക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വാസത്തിനിടയിൽ തൂവപ്പാരയും സ്രാവും ഒക്കെ മമ്മയുടെ കൈപുണ്യത്തിൽ ഞങ്ങൾ കറിവെച്ച് ആവോളം കഴിച്ചു. ഇന്ന് മമ്മ ഓർമ്മയാണ്. അന്ന് കിട്ടിയ സ്രാക്കുട്ടി കരുവ പുരട്ടിയത് അതൊരു പ്രത്യേക കറിക്കൂട്ടാണ്. മാങ്ങയും മുളകും തേങ്ങയും ഒക്കെ ചേർന്ന അപൂർവത. അധിനിവേശത്തിന്റെ ശേഷിപ്പുകൾ ഇതിലുണ്ടാകും. മമ്മയുടെ കുടുംബ വീട്ടിൽ ഒത്തുചേരലുകൾക്ക് തയ്യാറാക്കുന്ന മീൻകറികളും പ്രസിദ്ധമാണ്. അംഗസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് മമ്മായും മമ്മയുടെ ജ്യേഷ്ഠത്തി മേഘിച്ചേച്ചിയും ചേർന്നാണ് പാചകം. മേൽനോട്ടം അമ്മച്ചി. അങ്ങനെ സമൃദ്ധമായ മത്സ്യക്കലവറയുടെ നടുവിൽ നിന്നുമാണ് മമ്മയുടെ വരവ്. അതുകൊണ്ട് തന്നെയാണ് ആ രുചി വൈവിധ്യങ്ങൾ അനുഭവിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടായത്.